അബിയുടെയും പല്ലവിയുടെയും വീട്ടിൽ അബിക്ക് വാസുദേവനിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു. അവനത് അറ്റൻഡ് ചെയ്തപ്പോൾ വാസുദേവൻ പറഞ്ഞു, പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അബി പറഞ്ഞു, കൊള്ളാം, നമുക്ക് പിന്നീട് സംസാരിക്കാം. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ആ സമയം അബി കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വന്നത്. അവൾ അവനോട് ചോദിച്ചു, നീ ആരോടാണ് സംസാരിക്കുന്നത്? പല്ലവിയുടെ ചോദ്യം കേട്ടപ്പോൾ അബി ഒന്ന് പരിഭ്രാന്തനായി. അവൻ വേഗം ഒരു ഒഴിവ് പറഞ്ഞു, അതൊന്നുമില്ല, നിനക്ക് വിശക്കുന്നുണ്ടോ? ഭക്ഷണം വേഗം തന്നെ തയ്യാറാകും, ഒരു 5 മിനിറ്റ്. പല്ലവി പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് പോവാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് എന്തോ ഓർമ്മ വന്നത്. അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അബിയോട് ചോദിച്ചു, അല്ല, നീ എങ്ങനെയപ്പോ ആ ഗോൾഡൻ ബാറിലെത്തി? നീ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? അബി പല്ലവിയോട് എന്ത് പറയും? താൻ ആരാണെന്ന സത്യം അവൻ അവളോട് പറയുമോ? മുത്തശ്ശനുമായുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം അബിയും പല്ലവിയും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പല്ലവി അബിയോട് ചോദിച്ചു, അബി, നീ എങ്ങനെയാണ് അന്ന് ഗോൾഡൻ ക്ലബിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയത്? നീ അവിടെ എന്ത് ചെയ്യായിരുന്നു? പെട്ടെന്ന് പല്ലവി ഇത് ചോദിച്ചപ്പോൾ അബി ഒന്ന് ഞെട്ടിപ്പോയി. താൻ എന്താണ് പറയേണ്ടതെന്നറിയാതെ അവനൊന്ന് തിരിഞ്ഞു നിന്നു. ശേഷം വേഗത്തിൽ പറഞ്ഞു, അത് ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു ഫ്രണ്ടിന്റെ വിവാഹം ഉറപ്പിച്ചു. അതിന് അവന്റെ വക അന്ന് ട്രീറ്റ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അപ്പൊ അങ്ങോട്ടേക്ക് വന്നത്. അത് കേട്ടതും പല്ലവി അവനെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അവൾ പിന്നെയും ചോദിച്ചു, അപ്പോ അതിനുശേഷം നീ ഒറ്റയ്ക്ക് വന്ന ഗുണ്ടകളെ മുഴുവൻ ഓടിച്ചോ? ആ സമയം അബോധാവസ്ഥയിലായിരുന്നതുകൊണ്ട് പല്ലവിക്ക് അതൊന്നും ഇപ്പൊ കൃത്യമായി ഓർമ്മയുണ്ടായിരുന്നില്ല. അബിക്ക് അവരെയെല്ലാം ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്താനുള്ള കഴിവുണ്ടെന്ന് പല്ലവിക്ക് വിശ്വസിക്കാനായില്ല. അവൾ ഇനിയും ആ ചോദ്യം ആവർത്തിച്ചാൽ പ്രശ്നമാവും എന്ന് തോന്നിയപ്പോൾ അബി വേഗം പറഞ്ഞു, അത് ഞാൻ അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചല്ലോ. അവരും കൂടെ വന്നപ്പോഴാണ് നിന്നെ രക്ഷിക്കാനായത്. പോലീസ് വന്നു എന്ന് കേട്ടപ്പോൾ പല്ലവി അത് വിശ്വസിച്ചു. കൂടുതലൊന്നും പറയാതെ അവൾ പിന്നെ അവിടെ നിന്നും പോയി. പല്ലവി അത് വിശ്വസിച്ചു എന്ന് തോന്നിയപ്പോൾ അബി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എന്നിട്ട് വീണ്ടും അവന്റെ ജോലികൾ തുടർന്നു. അതേസമയം പല്ലവി അവിടുന്ന് പോയി എന്ന് കരുതിയിരുന്ന അബി അവൾ വീണ്ടും തിരിച്ചു വന്നതുകൊണ്ട് ഒന്ന് ഞെട്ടി. പല്ലവി വീണ്ടും സംശയത്തോടെ അബിയെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അതെ, നിന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ നിനക്ക് അവിടെ വെച്ച് പാർട്ടി തന്നു എന്നല്ലേ പറഞ്ഞത്? അതുപോലൊരു ക്ലബിൽ വെച്ച് പാർട്ടി തരാൻ മാത്രം പണക്കാരനാണോ അയാൾ? പല്ലവി വളരെ മിടുക്കിയായിരുന്നു. അബിയുടെ ജോലിസ്ഥലത്ത് നിന്നും കിട്ടുന്ന ശമ്പളം വളരെ കുറവാണെന്ന് അവൾക്കറിയാം. അതുപോലൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാൾ ഗോൾഡൻ ക്ലബിൽ വെച്ച് പാർട്ടി നടത്തുന്നത് എങ്ങനെ എന്നവൾ ചിന്തിച്ചത് യുക്തിസഹമായിരുന്നു. അബി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വളരെ ശാന്തമായി പറഞ്ഞു, അത് ശരിയാണ്, അവിടെ നല്ല പൈസ വേണം. പക്ഷേ പെട്ടെന്ന് അബി ഒന്ന് ചുമക്കുന്നത് പോലെ കാണിച്ചു. ആ ഗ്യാപ്പിൽ അവൻ അവളോട് പറയാൻ ഒരു കള്ള ആലോചിക്കുകയായിരുന്നു. അവൻ പല്ലവിയെ നോക്കി. അവൾ അപ്പോഴും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അബി തുടർന്നു, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ പോയത് അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഓഫീസിന് ആ ക്ലബിൽ നിന്ന് കുറച്ച് വൗച്ചറുകൾ കിട്ടിയിരുന്നു. അത് കൊടുത്തിട്ടാണ് അവനവിടെ പാർട്ടി നടത്തിയത്. പിന്നെ ഇതൊക്കെ എപ്പോഴെങ്കിലും അല്ലേ, അങ്ങനെ അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ പറ്റി. പല്ലവിക്ക് പിന്നെ അതിൽ വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ ട്യൂബ് ഹോൾസ് ഇല്ലായിരുന്നു. അവളൊന്ന് മൂളിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ അവളുടെ ഭക്ഷണത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അബി സ്വയം പറഞ്ഞു, ഭാഗ്യം, രക്ഷപ്പെട്ടു. ശേഷം അവൻ വേഗം ഭക്ഷണം ഉണ്ടാക്കുന്നത് തുടർന്നു. അല്പസമയത്തിനകം എല്ലാം തയ്യാറായി. അവൻ അതെല്ലാം ടേബിളിൽ വെച്ചു. എന്നിട്ട് അവനും പല്ലവിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പല്ലവി അപ്പോഴും എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് അബി ശ്രദ്ധിച്ചു. അവൻ മനസ്സിൽ പറഞ്ഞു, അവളിപ്പോഴും ഓക്കെ ആയിട്ടില്ലല്ലോ. അബി ഒന്ന് ആലോചിച്ചതിന് ശേഷം പല്ലവിയുടെ മൂഡ് മാറ്റാൻ വേണ്ടി വെറുതെ ചോദിച്ചു, നീ ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാറുണ്ടല്ലേ? അബി ചോദിച്ചത് കേട്ടതും പല്ലവി അന്തം വിട്ട് അവന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് വലിയ കണ്ണുകൾ ഉരുട്ടി അവനോട് പറഞ്ഞു, ഞാൻ കൂർക്കം വലിക്കാറുണ്ടെന്നോ? അതെങ്ങനെ നിനക്കറിയാം? ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല, നീ കള്ളം പറയാണ്. അത് പറഞ്ഞപ്പോൾ പല്ലവി മറ്റൊരു കാര്യമാണ് ഓർത്തത്. ആ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾ ബെഡിൽ തനിച്ചായിരുന്നെങ്കിലും അർദ്ധരാത്രി കണ്ണു തുറന്നപ്പോൾ അബി തന്റെ അടുത്ത് കിടക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു. അവന്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടന്നപ്പോൾ അവൾക്കൊരു പ്രത്യേക സുഖം തോന്നിയിരുന്നു. പക്ഷെ അബി ഇന്നലെ അവളുടെ കൂടെ കിടന്നത് അവൾ അറിഞ്ഞിരുന്നു എന്ന് പല്ലവി അബിയോട് പറഞ്ഞില്ല. അപ്പോൾ അബി പറഞ്ഞു, ഞാൻ കള്ളം പറയാണെന്നോ? ഇന്നലെ രാത്രി നമ്മൾ ഒരുമിച്ചല്ലേ ഉറങ്ങിയത്? നീ നല്ല ശബ്ദത്തിൽ കൂർക്കം വലിച്ചിരുന്നു, എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അബിയുടെ സംസാരം കേട്ടപ്പോൾ പല്ലവി ആലോചിച്ചു, ഇവനെന്തിനാ കൂർക്കം വലിയെക്കുറിച്ച് പറയുന്നത്? ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല, വെറുതെ പറയാ. പിന്നെ അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് ദേഷ്യത്തോട് അബിയോട് പറഞ്ഞു, നീ അപ്പൊ ഇന്നലെ രാത്രി എന്റെ കൂടെയായിരുന്നു കിടന്നത്? അവൾ അത് ചോദിച്ചതോടെ അബി പെട്ടെന്ന് മിണ്ടാതായി. പല്ലവിക്ക് ഇന്നലെ രാത്രി ബോധമില്ലായിരുന്നു എന്നതുകൊണ്ട് അവൾ ഒന്നും ഓർക്കാനിടയില്ല എന്നവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇന്നലെ ഒരുമിച്ചാണ് ഉറങ്ങിയത് എന്ന കാര്യം
അവൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നേരത്തെ എഴുന്നേറ്റത് തന്നെ. പക്ഷെ ഇപ്പൊ അബിയായിട്ട് തന്നെ അത് അവളോട് പറഞ്ഞു. അവൻ പല്ലവിയോട് വിശദീകരിച്ചു. അത് പല്ലവി, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. നീയാണ് എന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞത്. ശരിക്കും അതാ ഞാൻ ഇന്നലെ അവിടെ. അബിയുടെ സംസാരം കേട്ടപ്പോൾ അവന്റെ ഉള്ളിലെ പേടി പല്ലവിക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ പരിഭ്രാന്തി കണ്ടപ്പോൾ പല്ലവിക്ക് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തോന്നി. എന്നാൽ അബിയുടെ മുമ്പിൽ ചിരിച്ച് തന്റെ ആറ്റിറ്റ്യൂഡ് കളയണ്ട എന്നവൾ ഉറപ്പിച്ചു. പല്ലവി ഗൗരവത്തോടെ തന്നെ അവനോട് പറഞ്ഞു. അതൊക്കെ എപ്പോ? ഞാൻ നിന്നോട് അവിടെ കിടക്കാൻ പറഞ്ഞെന്നോ? അതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഓർമ്മയില്ലല്ലോ. അബി താൻ കുടുങ്ങിപ്പോയല്ലോ എന്നപ്പോൾ ചിന്തിച്ചു. ശേഷം അവൻ മനസ്സിൽ പറഞ്ഞു, ഛേ, പല്ലവിയുടെ മുൻപിൽ ഞാൻ എന്ത് മര്യാദക്കാരനായിരുന്നു. എല്ലാം തുലഞ്ഞില്ലേ? ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ ഇപ്പൊ മടി തോന്നുന്നു. അബി അങ്ങനെ ആലോചിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ ഹൽവ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. ഞാൻ പോയി ഉണ്ടാക്കിയിട്ട് വരാം. അതുകൂടെ ഉണ്ടെങ്കിലേ ഭക്ഷണം പൂർണ്ണമാവും. നീ കഴിച്ചോ, ഞാൻ പോയി ഇപ്പൊ തന്നെ ഹൽവ ഉണ്ടാക്കി കൊണ്ടുവരാം. അതും പറഞ്ഞ് അബി വേഗം തന്നെ അടുക്കളയിലേക്ക് പോയി. പല്ലവിയുടെ മറുപടിക്ക് പോലും അവൻ കാത്തു നിന്നില്ല. അവന്റെ ആ ചമ്മിയ പോക്ക് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് സ്വയം പറഞ്ഞു, ഈ അബിയുടെ ഒരു കാര്യം, ഇവനെങ്ങനെ കളിയാക്കുന്നതിൽ ഒരു സുഖമുണ്ട്. പാവം. ഒരു വശത്ത് അബിയുടെയും പല്ലവിയുടെയും വീട്ടിൽ ചിരിയും തമാശയും നിറഞ്ഞു നിന്നപ്പോൾ മറുവശത്ത് സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ സംഗതി ആകെ ചൂട് പിടിച്ചിരിക്കുകയായിരുന്നു. ദിനേശിന്റെ ഓഫീസിലെ ആ സംഭവത്തിന് ശേഷം സായിചന്ദ്രനും സതീഷും ആകെ ദേഷ്യത്തിലായിരുന്നു. സതീഷ് പറഞ്ഞു, ആ ദിനേശിന്റെ ഒരു ധൈര്യം നോക്കൂ. അവൻ പിള്ളൈ കുടുംബത്തിലെ ഒരു നായ മാത്രമാണ്. എന്നിട്ടും അവൻ നമ്മളെ അപമാനിക്കുന്നു. അപ്പൊ സായിചന്ദ്രനും മകന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ആകെ നാണക്കേടായി. അയാളെക്കൊണ്ട് ആരോ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചതാവാനാണ് സാധ്യത. അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ദിനേശ് വളരെ ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരനാണ്. അല്ലെങ്കിൽ അവൻ പിള്ളൈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. എന്തോ ഒരു സംഭവം ഇതിനു പിന്നിലുണ്ട്, അതുറപ്പാണ്. അച്ഛന്റെ വാക്കുകൾ കേട്ട ഉടനെ സതീഷ് ആവേശത്തോടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമത്തിന്റെ സഹായം തേടാം. ദിനേശ് ഒപ്പിട്ട കരാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുവെച്ച് നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാം. 1-2 നോട്ടീസ് വരുമ്പോ അയാൾക്ക് ബോധം വന്നോളും. സതീഷിന്റെ വാക്കുകൾ കേട്ടതും സായിചന്ദ്രൻ അവനോട് വിയോജിച്ചുകൊണ്ട് പറഞ്ഞു, വെറുതെ മണ്ടത്തരം പറയില്ല മോനെ. അയാൾ പിള്ളൈ കുടുംബത്തിന്റെ സ്വന്തം ആളാണ്. പിള്ളൈ കുടുംബത്തിനെതിരെ കളിക്കാൻ നമ്മളായിട്ടില്ല. നീ ഈ കേസ് ഫയൽ ചെയ്യുന്ന കോടതിയടക്കം വാങ്ങാൻ അവർക്ക് സാധിക്കും. വെറുതെ രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പോകരുത്. സായിചന്ദ്രന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ സതീഷിന്റെ ദേഷ്യമെല്ലാം അടങ്ങി. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ പിള്ളൈ കുടുംബം തങ്ങളെ വേരോടെ പിഴുതെടുക്കുമെന്ന് സതീഷ് അപ്പോൾ ഓർത്തു. ആ ചിന്ത അവന്റെ ദേഷ്യത്തെ അടക്കി. ശേഷം അവൻ തന്റെ അച്ഛനോട് ചോദിച്ചു, അപ്പൊ അച്ഛാ, ഈ വിഷയത്തിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? സായിചന്ദ്രനും അതുതന്നെയായിരുന്നു ചിന്തിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച ശേഷം സായിചന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല. അച്ഛൻ ഓഫീസിൽ വന്നിട്ടുണ്ടാവും. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സതീഷ് അച്ഛനോട് യോജിച്ചു. ഇതിനെല്ലാം പല്ലവിയെ ഉത്തരവാദിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതെല്ലാം ആ പല്ലവിയുടെ ഗൂഢാലോചനയായിരിക്കും. അവളുടെ പേഴ്സണൽ കോണ്ടാക്ട് ഉപയോഗിച്ച് അവൾ ദിനേശിനെ വെച്ച് നമുക്കെതിരെ കളിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് മുത്തശ്ശന് മാത്രമേ പറയാൻ സാധിക്കൂ. അവർക്ക് മുന്നിൽ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല്ലവി വരാതെ പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കില്ലെന്ന് ദിനേശ് പറഞ്ഞത് മുത്തശ്ശനോട് പറയാൻ വേണ്ടി അവർ ചെന്നു. അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കടന്നതിന് ശേഷം ഇരുവരും ഒന്നിച്ച് തന്നെ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. കഥ മുഴുവൻ കേട്ട മുത്തശ്ശന്റെ മുഖം അപ്പോൾ ദേഷ്യം കൊണ്ട് കറുത്തു. അപ്പോൾ സതീഷ് നിരാശയോടെ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുത്തശ്ശ, ഇതെല്ലാം ആ പല്ലവിയുടെ പണിയായിരിക്കും. മുത്തശ്ശൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യം കൊണ്ടാവും അവൾ ദിനേശിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അല്ലെങ്കിൽ പിന്നെ അവൾ വരാതെ ആ പ്രൊജക്ട് തുടങ്ങാൻ പറ്റില്ലെന്ന് ദിനേശ് പറയോ? ആ പല്ലവി പ്രതികാരം ചെയ്യാണ്. സതീഷിന്റെ വാക്കുകൾ കേട്ട മുത്തശ്ശൻ ആഴത്തിൽ ചിന്തിച്ചു. ശേഷം അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇല്ല, പല്ലവി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സ്വന്തം കമ്പനിക്കെതിരെ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന ഒരാളല്ല അവൾ. പിന്നെ ദിനേശിനെ പോലെ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനൊരു തീരുമാനം എന്തായാലും എടുക്കില്ല. ഇതിനെല്ലാം പിന്നിൽ ആ അഭിമന്യുവാണോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു ചിന്ത വന്ന ഉടൻ മുത്തശ്ശൻ സ്വയം തിരുത്തിക്കൊണ്ട് ചിന്തിച്ചു, ഇല്ല, അതെങ്ങനെ സംഭവിക്കും? ആ അബി ഇത്രയ്ക്ക് ബുദ്ധിമാനായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ എന്റെ കുടുംബത്തിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുമായിരുന്നില്ലല്ലോ. മുത്തശ്ശൻ ഇന്ന് രാവിലെ മുതൽ അബിയെക്കുറിച്ച് പല വിധത്തിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പല സാധ്യതകളെക്കുറിച്ചും ആലോചിച്ചു. പക്ഷെ ഒന്നും യുക്തിസഹമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം അബിയെ വിട്ടു. എന്തായാലും ആ പ്രൊജക്ടിന്റെ കരാർ സീചന്ദ് കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ അത് നഷ്ടമായാൽ കമ്പനിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. പെട്ടെന്ന് മുത്തശ്ശൻ സതീഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സതീഷ്, ഇനിയൊരു വഴിയേ ഉള്ളൂ. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട്
സതീഷിന്റെ മുഖം വിളറി. അവൻ പരിഭ്രമത്തോടെ മുത്തശ്ശനോട് ചോദിച്ചു, എന്താണത്? സതീഷിന് ടെൻഷൻ കൊണ്ട് ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ എന്താവും പറയാൻ പോകുന്നത് എന്നവൻ ചിന്തിച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.